ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പാർട്സ് വരട്ടിയതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരട്ടുന്നതെന്നും അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ പാർട്സ് എടുത്തിട്ടുണ്ട്. ഇതാ ചിക്കൻ്റെ കഴുത്ത്, മാങ്ങ, ലിവർ ഒക്കെ ഉണ്ട്. ഇത് ഉപ്പും ചെറുനാരങ്ങനീരും ചേർത്ത് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു വലിയ സവോള, 10 ചുവന്നുള്ളി, 10 വെളുത്തുള്ളിയുടെ അല്ലി, 3-4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 10 പുതിനയുടെ ഇല, കുറച്ച് കറിവേപ്പില. അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് മതിയാകും. അത് നെയ്യുള്ളത് കൊണ്ട്, ഇറച്ചിയുടെ നെയ്യുള്ളത് കൊണ്ട് എണ്ണ അധികം ആവശ്യമില്ല. അതിലേക്ക് സവോള അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതൊന്ന് വാടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചുമന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. കുറച്ചും കൂടെ ഒന്ന് ചുമന്ന് വരണം. അതൊന്നും കൂടെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മതിയാകും. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൽ കുരുമുളകിൻ്റെ എരിവാണ് മുന്നിൽ നിൽക്കുക, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതിയാകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് 10 സെക്കൻഡ് വഴറ്റുക. ഇതിങ്ങനെ വഴറ്റുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരും. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ ചേർക്കണം. ഗരം മസാല ആയാലും മതി. ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്. അത് ചേർത്ത് അതും ഒരു 10 സെക്കൻഡ് വഴറ്റാം. ഇനി ഇതിലേക്ക് പുതിന ഇല ചേർത്ത് കൊടുക്കാം. 10 പുതിനയുടെ ഇല, വലിയ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഈ ചിക്കൻ പാർട്സ് ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കൻ പാർട്സ് എല്ലാം ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മസാലകളൊക്കെ അതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഉപ്പ് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം ഒന്ന് ഇങ്ങനെ പൊത്തി വെച്ച് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് സിമ്മിൽ വെച്ച് വേണം വേവിക്കാൻ. തീ കൂട്ടി വേവിക്കാൻ പാടില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നുള്ളൂ, അതുകൊണ്ട് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ വേകണം. അപ്പോൾ ഒരു 10-15 മിനിറ്റും കൂടെ നമുക്ക് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റും കൂടെ ഞാനിവിടെ മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തീ കൂട്ടി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി അത് ഇളക്കി നല്ല അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ പാകത്തിന് വേവായിട്ട് ഫ്രൈ ആയി കിട്ടിക്കോളും. ഇതൊരു 3 മിനിറ്റ് ഞാൻ ഫ്രൈ ആക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയും ഒരു 3-4 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. വീണ്ടും ഒരു 3 മിനിറ്റ് വരട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്.
ഇനിയും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എത്ര ഇളക്കണം അത്രയും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ചോറിനൊക്കെ കൂട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക്